നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 17 മുതൽ 23 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറുകാർക്ക് ഈ വാരം തൊഴിൽ കർമ്മരംഗത്ത് നിന്നും നേട്ടം, കർമ്മ പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ്. ധനപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വാരമാണ്. ഹൃദയരോഗികൾ, BP സംബന്ധമായ രോഗാവസ്ഥകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനയാത്രകളിൽ സൂക്ഷിക്കുക. ദീർഘദൂര യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീരം. ഇടവക്കൂറുകാർക്ക് ഈ വാരം പ്രവൃത്തി കർമ്മ മേഖലയിൽ ഗുണം, നേട്ടം എന്നിവ ലഭിക്കും. സാമ്പത്തികമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ബിസിനസ്സിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. യാത്രാവേളകളിലും ഒറ്റയ്ക്കുള്ള യാത്രകളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എല്ലുകൾക്ക് പരിക്ക്, ശരീരത്തിൽ മുറിവ്, വീഴ്ച എന്നിവ ഉണ്ടാകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ട വാരം തന്നെയാണ് ഇടവക്കൂറുകാർക്ക്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യക്കുറവുണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ്. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീര്യം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായ ഗുണം, നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വാരമാണ്. അലർജി പോലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നയനരോഗങ്ങളോ അലർജി എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം മാനസികമായ ടെൻഷൻ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. കുടുംബത്തിൽ ഐക്യക്കുറവ്, പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവ ഉണ്ടാകാം. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിക്കാവുന്ന വാരമാണ്. തൊഴിലിടങ്ങളിലെ സംസാരം, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാനും ശത്രുക്കൾ ഉടലെടുക്കാനും സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരം തന്നെയാണ് കർക്കിടകക്കൂറുകാർക്ക്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഏറെ ശ്രദ്ധിക്കേണ്ട വാരമാണ്. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ ഗുണം, നേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. മാനസികമായ ടെൻഷൻ, വെല്ലുവിളികൾ എന്നിവ നേരിട്ടേക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യാത്രകളിൽ നിന്ന് ഗുണം ലഭിക്കാം. ബിസിനസ്സിൽ ഗുണം, ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളിൽ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഏറെ കരുതലെടുക്കുക. ENT സംബന്ധമായ രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര. കന്നിക്കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി, ഗുണം, നേട്ടം എന്നിവ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ലാഭം, ഗുണം എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കർമ്മ തൊഴിൽ രംഗത്ത് വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കാവുന്ന വാരമാണ്. ഉദര രോഗങ്ങളോ മറ്റോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. തുലാക്കൂറുകാർക്ക് ഈ വാരം വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ശ്രദ്ധ പുലർത്തേണ്ട വാരമാണ്. ജോലി ലഭിക്കാനോ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ധനപരമായി ഗുണം ലഭിക്കാം. ENT സംബന്ധമായ രോഗാവസ്ഥകൾ മറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വാഹനയാത്രകളിൽ കരുതലെടുക്കുക. എല്ലുകൾക്ക് ക്ഷതം, പരുക്ക് എന്നിവ സംഭവിക്കാനും സാധ്യതയുള്ളതിനാൽ യാത്രകളിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
വിശാഖം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ഗുണം, നേട്ടം, ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി, സാമ്പത്തിക ഉന്നതി എന്നിവ ഉണ്ടാകാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വാരമാണ്. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രതയും മിതത്വവും പാലിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ലഭിക്കാം. ഉദര രോഗങ്ങൾ, അലർജി എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആയതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറുകാർക്ക് ഈ വാരം വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരം തന്നെയാണ്. കർമ്മ, തൊഴിൽ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിൽ നിന്ന് ഗുണാനുഭവങ്ങളും ലാഭങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വാരമാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എല്ലുകൾക്ക് ക്ഷതം, പരുക്ക് എന്നിവ സംഭവിക്കാനും ഇടയുണ്ട്. ആയതിനാൽ യാത്രാവേളകളിലും ഒറ്റയ്ക്കുള്ള യാത്രകളിലും വാഹനയാത്രകളിലും ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരം തന്നെയാണ് ധനുക്കൂറുകാർക്ക്. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരക്കൂറുകാർക്ക് ഈ വാരം കർമ്മ, തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. മാനസിക പ്രയാസങ്ങൾ, ടെൻഷൻ, വെല്ലുവിളികൾ എന്നിവ നേരിട്ടേക്കാം. പ്രവൃത്തികളിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ലഭിക്കാവുന്ന വാരം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അലർജി രോഗാവസ്ഥകൾ, രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. BP സംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരോരുട്ടാതി. കുംഭക്കൂറുകാർക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാവുന്ന വാരമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്തേണ്ടതാണ്. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കുക. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ രോഗചികിത്സകൾക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര രോഗങ്ങളോ മറ്റോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഈ വാരം തൊഴിലിടങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട വാരമാണ്. തൊഴിലിടങ്ങളിൽ ശത്രുതാ മനോഭാവങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ലഭിക്കാവുന്ന വാരമാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര രോഗങ്ങളോ അലർജി എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആഹാര കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.